നമസ്കാരം. അമേരിക്ക വീണ്ടും പശ്ചിമേഷ്യയെ ലക്ഷ്യം വെക്കുകയാണ്. വെനിസ്വേലയിൽ നിക്കോളാസ് മദൂറോയെ അട്ടിമറിച്ച അതേ കുതന്ത്രങ്ങൾ ഇറാനിലും പയറ്റാൻ ട്രംപ് ഭരണകൂടം കോപ്പുകൂട്ടുകയാണ്. എന്തായാലും ഇത് കേവലം രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കമല്ല, മറിച്ച് ആഗോള ആധിപത്യത്തിന് വേണ്ടി അമേരിക്ക നടത്തുന്ന അവസാനവട്ട ചൂതാട്ടം കൂടിയാണ്. വെനിസ്വേലയെ സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ച് ഭരണമാറ്റം സാധ്യമാക്കിയ അതേ ലബോറട്ടറി പരീക്ഷണങ്ങൾ ഇപ്പോൾ വീണ്ടും ഇറാന്റെ മണ്ണിൽ പയറ്റാനാണ് അമേരിക്ക ഒരുങ്ങുന്നത്. ദശകങ്ങളായി ഇറാന്റെ ആത്മവീര്യത്തിന് മുന്നിൽ പതറിപ്പോയ അമേരിക്കൻ അധികാര കേന്ദ്രങ്ങൾ ഇപ്പോൾ ഉപരോധങ്ങൾക്കപ്പുറം നേരിട്ടുള്ള ഒരു കൊലവിളി നടത്തി മുട്ടുകുത്തിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അമേരിക്ക മറന്നുപോകുന്ന ഒരു വലിയ സത്യമുണ്ട്. ഇറാൻ വെറും ഒരു രാജ്യമല്ല, അതൊരു വിപ്ലവ വീര്യമാണ്. വെനിസ്വേലയിൽ മദൂറോയെ പുറത്താക്കാൻ അമേരിക്ക സ്വീകരിച്ച അതേ തന്ത്രങ്ങളാണ് ഇറാനിലും ആവർത്തിക്കപ്പെടുന്നത്. എണ്ണ വ്യാപാരം പൂർണ്ണമായും തടയുക, അന്താരാഷ്ട്ര സാമ്പത്തിക ഇടപാടുകളിൽ നിന്നും ഒറ്റപ്പെടുത്തുക, ജനങ്ങളെ പട്ടിണിക്കിട്ട് ഭരണകൂടത്തിനെതിരെ തിരിക്കുക. ഇതാണ് ട്രംപിന്റെ പുതിയ ബ്ലൂ പ്രിന്റ്. വെനിസ്വേലയുടെ എണ്ണ സമ്പത്തിനെ തകർത്ത് ആ സാമ്രാജ്യത്തെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ട പോലെ ഇറാന്റെ ഊർജ്ജ മേഖലയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പുതിയ ആക്രമണങ്ങൾ. ഇറാന്റെ ഇന്ധന വിതരണ ശൃംഖലകളും തുറമുഖങ്ങളും തകർക്കുന്നതിലൂടെ അവിടുത്തെ സാധാരണ ജനജീവിതം ദുസ്സഹമാക്കുകയാണ് അമേരിക്കയുടെ നീക്കവും. എന്നാൽ പടിഞ്ഞാറൻ ഉപരോധങ്ങളെ സ്വന്തം വികാസത്തിനുള്ള ഇന്ധനമാക്കി മാറ്റിയ ചരിത്രമാണ് ഇറാനുള്ളത്. അമേരിക്ക ഏർപ്പെടുത്തുന്ന ഓരോ ഉപരോധവും ഇറാന്റെ ആഭ്യന്തര ഉൽപാദനക്ഷമതയും തദ്ദേശീയ സാങ്കേതിക വിദ്യയും വർദ്ധിപ്പിക്കാൻ മാത്രമാണ് സഹായിച്ചിട്ടുള്ളത്. മിസൈലുകൾക്കും ആയുധങ്ങൾക്കും അപ്പുറം ഇന്ന് ലോകം ഭയക്കുന്നത് ഇറാന്റെ സൈബർ കരുത്തിനെയാണ്. അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെടെയുള്ള വൻ ശക്തികൾ തങ്ങളുടെ അതീവ രഹസ്യമായ ലബോറട്ടറികളിൽ നിന്നും കോഡുകൾ കൊണ്ട് ഇറാനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെയെല്ലാം നെഞ്ചുവിരിച്ച് നേരിടാൻ ഇറാന്റെ സൈബർ സൈന്യത്തിന് സാധിക്കുന്നു. പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ പവർ ഗ്രിഡുകൾ, ബാങ്കിംഗ് സംവിധാനങ്ങളും ഏതു നിമിഷവും തകർക്കാൻ ശേഷിയുള്ള വൈപ്പർ മാൽവെയറുകൾ ഇറാന്റെ പക്കലുണ്ട് എന്ന തിരിച്ചറിവ് അമേരിക്കയെ ഭയപ്പെടുത്തുകയാണ്. അമേരിക്കൻ നിർമ്മിത പാട്രിയറ്റ് മിസൈലുകളെ പോലും നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള സാങ്കേതിക വിദ്യ ഇറാൻ വികസിപ്പിച്ചത് ഉപരോധങ്ങളുടെ കനച്ചൂളയിൽ വെന്തുകൊണ്ടാണ്. അമേരിക്കയുടെ വിനാശകരമായ തന്ത്രങ്ങൾക്ക് സൈബർ ലോകത്ത് കൃത്യമായ പ്രഹരം നൽകാൻ ഇറാന് കഴിയുന്നത് എന്നത് ഈ യുദ്ധത്തിന്റെ ഗതി മാറ്റുന്നുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു അതിജീവനമല്ല, മറിച്ച് പടിഞ്ഞാറൻ സാമ്രാജ്യത്വത്തോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമാണ്. ഗാസയിലും യമനിലും അമേരിക്ക നടത്തുന്ന ഇരട്ടത്താപ്പുകൾക്കെതിരെ ലോകത്തിന് മുന്നിൽ ശബ്ദമുയർത്തുന്ന ഏക ശക്തിയായി ഇറാൻ മാറിക്കഴിഞ്ഞു. അമേരിക്കൻ ഉപരോധങ്ങൾ ഇറാന്റെ സാമ്പത്തിക മേഖലയെ ഉലയ്ക്കുന്നുണ്ട് എങ്കിലും റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള ശക്തികളുമായി ചേർന്ന് ഇറാൻ നടത്തുന്ന പുതിയ നയതന്ത്ര നീക്കങ്ങൾ അമേരിക്കയുടെ അധികാര കുത്തകയ്ക്ക് അന്ത്യം കുറിക്കുകയാണ്. വെനിസ്വേലയെ പോലെയല്ല ഇറാൻ എന്ന് അമേരിക്ക തിരിച്ചറിയാൻ വൈകുന്നത് വലിയൊരു സൈനിക ദുരന്തത്തിന് വഴിമരുന്നിട്ടേക്കാം. ഉപരോധങ്ങൾ കൊണ്ട് ഒരു ജനതയുടെ ആത്മവിശ്വാസത്തെയും സ്വതന്ത്ര മോഹങ്ങളെയും ഇല്ലാതാക്കാൻ കഴിയില്ല എന്നും ഇറാൻ വീണ്ടും തെളിയിക്കുകയാണ്. അമേരിക്കയുടെ ഉപരോധ തന്ത്രങ്ങൾ ഇറാന്റെ മണ്ണിൽ ചീട്ടുകൊട്ടാരം പോലെ തകരുന്ന കാഴ്ചയാണ് വരും ദിവസങ്ങൾ സാക്ഷിയാകാൻ പോകുന്നത്. ഇക്കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. വെനിസ്വേലയിൽ വിജയിച്ച അതേ കുതന്ത്രങ്ങൾ കൊണ്ട് ഇറാനെ വീഴ്ത്താമെന്ന് കരുതുന്ന അമേരിക്കയുടെ ചരിത്രപരമായ വിഡിതമായിരിക്കും. ഇറാന്റെ മിസൈലുകളെക്കാൾ വേഗത്തിൽ അമേരിക്കയുടെ ആഗോളാധിപത്യം തകർന്ന കാഴ്ച കൂടി ലോകം ഉറ്റുനോക്കും.